പ്രൈസ് ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ സന്ധ്യാസമയം നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് തന്ന ഈ നല്ല ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. മുളക്കുഴ മൗണ്ട് സയോൺ ബൈബിൾ സെമിനാരി 2019 ബാച്ച് ഒരുക്കുന്ന ഈ പ്രത്യേകമായ ഈ ഒരു പ്രോഗ്രാമിൽ ഒരു ഭാഗം ആയിത്തീരുവാൻ കർത്താവ് അടിയനും കൃപ തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അവിടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്ന പ്രിയ സ്റ്റുഡൻസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ ചെയ്യുന്ന ഈ നല്ല ഇനിഷ്യേഷനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് സന്ധ്യാസമയം ദൈവത്തിൻ്റെ വചനവുമായി നമ്മൾ അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ് ഇന്ന് ഈ സന്ധ്യാസമയത്ത് അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ഹിം ദാറ്റ് സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. തോമസ് ഫുള്ളർ, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്. ഇംഗ്ലണ്ടിലെ ഒരു ചർച്ച്മാൻ ആയിരുന്ന 1600കളിൽ ജീവിച്ചിരുന്ന തോമസ് മുള്ളറിന്റെ ഒരു കൊട്ടേഷൻ എങ്ങനെയാണ്? വി ആർ ബോൺ ക്രൈങ്, ലീവ് കംപ്ലൈനിങ് ആൻഡ് ഡൈ ഡിസപ്പോയിന്റഡ്. വി ആർ ബോൺ ക്രൈങ്, ലീവ് കംപ്ലൈനിങ് ആൻഡ് ഡൈ ഡിസപ്പോയിന്റഡ്. ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് ഒരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് സംസാരിക്കുന്നത്. ഹി സ്പീക്സ് ദ റിയാലിറ്റി ഓഫ് ദ ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യത്തെയാണ് അദ്ദേഹം അവിടെ തൊട്ടുനിർത്തുന്നത്. ആദ്യത്തെ യാഥാർത്ഥ്യം, ഇറ്റ്സ് ആപ്ലിക്കബിൾ ഫോർ എവ്രി വൺ. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അത് ആപ്ലിക്കബിൾ ആണ്. ഏതാണത്? വി ആർ ബോൺ ക്രൈം. കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു എന്നുള്ളത് ഈ ലോകത്തിലെ മനുഷ്യനായി ജനിക്കുന്ന എല്ലാവർക്കും അത് യാഥാർത്ഥ്യമാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ പിന്നീട് പറയുന്ന കാര്യങ്ങൾ, രണ്ടാമതും മൂന്നാമതും പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെയാണത്? ലീവ് കംപ്ലൈനിങ് ആൻഡ് ഡൈ ഡിസപ്പോയിന്റഡ്. കംപ്ലൈന്റുകളോടുകൂടെ ജീവിക്കുന്നു, നിരാശയോടുകൂടെ മരിക്കുന്നു. ഈ കാര്യങ്ങൾ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ലാവരെ സംബന്ധിച്ചും അത് യാഥാർത്ഥ്യമാകണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ. കാരണം യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞ ശേഷം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തേത് മാത്രമാണ് പിന്നീട് യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. രണ്ടാമതും മൂന്നാമതും പറഞ്ഞ ലീവ് കംപ്ലൈനിങ് ആൻഡ് ഡൈ ഡിസപ്പോയിന്റഡ്, ഇത് രണ്ടും ആ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച, യേശുവിനെ രാജാവായി സ്വീകരിച്ച, യേശുവിന് തന്റെ ഉടമസ്ഥാവകാശം കൈമാറിയ ഒരു വ്യക്തിക്ക് ഈ 2ഉം 3ഉം പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ആപ്ലിക്കബിൾ ആകുന്നില്ല. പ്രൈസ് ഗോഡ്. എന്താണ് ബൈബിൾ ഇതിനെക്കുറിച്ച് പറയുന്നത്? 2ഉം 3ഉം കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിന് എന്താണ് പറയാനുള്ളത് എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യത്തെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഫിലിപ്പിയ ലേഖനം നമുക്കറിയാം, കാരാഗ്രഹ ലേഖനങ്ങളിൽപ്പെട്ട ഒന്നാണ്. പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു.
വാസ്തവത്തിൽ ജയിലിൽ കിടക്കുന്ന ഒരാളോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ കാണത്തില്ല. സന്തോഷിപ്പീൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ജയിലിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാണ് സ്വാഭാവികമായിട്ടും. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമേ എന്നുള്ള ശുപാർശകളും ഞരക്കങ്ങളുമൊക്കെ മാത്രമേ സാധാരണ നിലയിൽ വരാറുള്ളൂ. എന്നാൽ തന്നെ മറ്റുള്ളവരോട് സന്തോഷിപ്പീനെന്ന് പറയുവാൻ ശക്തനാക്കിയ ഒരു ഫോഴ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഈ കൊട്ടേഷനിൽ കണ്ടത് വി ആർ ബോൺ ക്രൈങ്, ലീവ് കംപ്ലൈനിങ് ആൻഡ് ഡൈ ഡിസപ്പോയിന്റഡ്. പൗലോസിന്റെ വാക്കുകൾ അതിനോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ഹിം ദാറ്റ് സ്ട്രെങ്തൻ മീ. എനിക്ക് എല്ലാം ചെയ്യാനായിട്ട് കഴിയും. എന്നെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ എന്നെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസ് അത് എഴുതുമ്പോൾ അതിൻ്റെ മുകളിലോട്ടും താഴോട്ടുമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പൗലോസ് അതിൻ്റെ മുമ്പ് എഴുതിയിരിക്കുകയാണ്, ഞാൻ ഉയർച്ചയിലിരിക്കാനും താഴ്ചയിലിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അലംഭാവത്തോടുകൂടെ ഇരിക്കാനും ഞാൻ പഠിച്ചിരിക്കുന്നു. സംതൃപ്തിയോടുകൂടെ എന്നുള്ള വാക്കാണ് അലംഭാവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംതൃപ്തിയോടുകൂടി ഇരിക്കാനും ഞാൻ പഠിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവ് ഉള്ളതുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ ഏതെല്ലാം അവസ്ഥകളിലാണെങ്കിലും അതിനെല്ലാം ഞാൻ മതിയാകുന്നു. കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ ശക്തീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. റിയൽ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ ഐ ആം സ്ട്രോങ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് എന്നുള്ളതിന് ഐ ആം സ്ട്രോങ്, ഇസ്കുറോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ആം സ്ട്രോങ് ഇൻ ഓൾ ബൈ ക്രൈസ്റ്റ് ഹു എനേബിളിംഗ് മീ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമുക്കതിനെ ഒന്ന് വായിച്ചെടുക്കാം. ഐ ആം സ്ട്രോങ് ഇൻ ഓൾ ബൈ ക്രൈസ്റ്റ് ഹു എനേബിളിംഗ് മീ. എന്നെ എനേബിൾ ചെയ്യുന്ന, എന്നെ അതിനായിട്ട് ശക്തീകരിക്കുന്ന, എന്നെ അതിനെ ഏബിളാക്കി തീർക്കുന്ന ക്രിസ്തു മുഖാന്തരം ഐ ആം സ്ട്രോങ്. യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ശക്തനായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ COVID-19 സിറ്റുവേഷനിലും നമുക്കെല്ലാവർക്കും പറയാനായിട്ട് സാധിക്കട്ടെ, എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവ് മുഖാന്തരം ഈ സിറ്റുവേഷനെ അഭിമുഖീകരിക്കുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മതിയാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് എഴുതിയ വാക്ക് ശ്രദ്ധിക്കുക. ഐ ആം സ്ട്രോങ്. വൈ? എന്തുകൊണ്ടാണ് ഞാൻ സ്ട്രോങ് ആണെന്ന് എഴുതിയിരിക്കുന്നത്? ബിക്കോസ് ക്രൈസ്റ്റ് എനേബിൾസ് മീ. ക്രിസ്തു എന്നെ എനേബിൾ ചെയ്യുന്നു. ഹല്ലേലൂയ. ക്രിസ്തു എന്നെ ഏബിളാക്കി തീർക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആകുന്നു. പ്രിയരെ, അതാണ് ആ മുഖാന്തരം എന്ന് പറയുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന് പറയുന്ന ആ മുഖാന്തരം. എന്താണ് ആ മുഖാന്തരം എന്ന് പറയുന്നത്? ക്രൈസ്റ്റ് എനേബിൾസ് മീ. ക്രിസ്തു എന്നെ ഏബിളാക്കുന്നു എന്നുള്ളതാണ് ഈ മുഖാന്തരം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. പൗലോസിനെ നോക്കിക്കേ, സംതൃപ്തിയുള്ള ജീവിതത്തിന്റെ ഒരു ഉടമയാണ്. ഇന്നത്തെ ഫാസ്റ്റ് വേൾഡിൽ ഹ്യൂമൻ ബീയിങ്സ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. മനുഷ്യരാരും തൃപ്തരല്ല. മനുഷ്യരെല്ലാം അതൃപ്തരാണ്. ഏത് കാര്യങ്ങൾ കിട്ടിയാലും മനുഷ്യനത് തൃപ്തിയില്ല. തൃപ്തിയില്ലാത്തൊരു ജീവിതത്തിലാണ് മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫാസ്റ്റ് വേൾഡ് ആണ്. ഹല്ലേലൂയ. ഏതും അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത മനുഷ്യ സഹജമായിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ വാട്ട് എവർ ഐ ഹാവ്
I would be content with that എന്നുള്ള ഒരു ചിന്തയാണ് പൗലോസിനുണ്ടായിരുന്നത്. എനിക്കെന്തുണ്ടോ അതിൽ ഞാൻ സംതൃപ്തനായിരിക്കുമെന്നുള്ള ഒരു ചിന്തയാ പൗലോസിനെ ഭരിച്ചിരുന്ന കാര്യം. പ്രൈസ് ഗോഡ്. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. The life situation of Paul never allowed him to be strong. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. The life situation of Paul never allowed him to be strong. പൗലോസിന്റെ ജീവിത സാഹചര്യങ്ങൾ ഒരിക്കൽ പോലും പൗലോസിനെ ശക്തനായി തീരുവാൻ അനുവദിച്ചിരുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. സ്ട്രോങ് ആകുവാൻ, ബോൾഡായി തീരുവാൻ, അല്ലെങ്കിൽ തൃപ്തനായി തീരുവാൻ പൗലോസിന്റെ ഒരു സാഹചര്യങ്ങളിലും പൗലോസിനെ അനുവദിച്ചിരുന്നില്ല. പക്ഷെങ്കിൽ പ്രൈസ് ഗോഡ്, ക്രൈസ്റ്റ് എനേബിൾഡ് ഹിം ടു ബി സ്ട്രോങ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തന്റെ സാഹചര്യങ്ങളെ നോക്കിയാൽ ഒരിക്കലും തനിക്കൊരു ശക്തനായ മനുഷ്യനായിട്ട് മുന്നേറാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ പൗലോസ് അവിടെ എടുത്തു പറയുകയാണ്, എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവ് മുഖാന്തരം ഞാൻ ശക്തനായിത്തീരുന്നു, ഞാൻ മതിയായവനാകുന്നു. പ്രിയരെ, ഈ ഒരു മുഖാന്തരം, ഏതാ മുഖാന്തരം? ശക്തനാകുന്ന കർത്താവ്. ഈ ഒരു മുഖാന്തരം ഇല്ലാത്തവരാണ് എന്നും പറയുന്നത് ലീവ് ഇൻ കംപ്ലൈൻസ്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ ബോൺ ക്രൈയിങ്, ലീവ് കംപ്ലൈനിങ് ആൻഡ് ഡൈ ഡിസപ്പോയിന്റഡ്. രണ്ടാമത്തെ ഭാഗം ലീവ് കംപ്ലൈനിങ്. ആർക്കാണിത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഈ മുഖാന്തരം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഓരോ വ്യക്തികൾക്കും സംബന്ധിച്ചിടത്തോളം they are living always in complaining. Praise God. കംപ്ലൈന്റുകളോടുകൂടെ, പരാതിക്കൂട്ടങ്ങളായിട്ട് പരാതികളോടുകൂടെ ജീവിക്കുന്ന ഒരു ജീവിതം ലോക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെങ്കിൽ അത് ചിലപ്പോൾ യാഥാർത്ഥ്യമായേക്കാം. ചിലവരെന്നും പരാതികളുമായിട്ടാണ് ജീവിക്കുന്നത്. ഒരിക്കലും തൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. പൗലോസ് പറയുകയാണ്, ഐ ഹാവ് ലേൺ ടു ബി കണ്ടന്റ് ഇൻ വാട്ട് എവർ ഐ ഹാവ്. ഞാൻ പഠിച്ചിരിക്കുന്നു, ഞാൻ ശീലിച്ചിരിക്കുന്നു, എനിക്കുള്ളതിൽ ഞാൻ തൃപ്തനായിരിക്കുവാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമുക്കെന്തുണ്ടോ അതിൽ നമ്മൾ തൃപ്തിയുള്ളവരായിരിക്കുവാൻ എൻ്റെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഈ 5 അപ്പം എൻ്റെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം 5 അപ്പം ഈസ് ഇനഫ്. 5 loaves ഈസ് ഇനഫ്. ഹല്ലേലൂയ. For the 5,000 or 10,000 or 11,000 or 15 or 20, 5 loaves is enough. But we should give it to Jesus Christ to break it. അത് ബ്രേക്ക് ചെയ്യുവാനായി കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ ഈ 5 എന്ന് പറയുന്ന ആ 5 അപ്പം ഈസ് ഇനഫ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും അത് ഇനഫാണ്. പ്രിയരെ, നമുക്കുള്ളത് എന്താണോ അത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ ദാറ്റ് ഈസ് ഇനഫ്. നമുക്കുള്ളത് മതിയായതാണ്. എപ്പോഴാണ്? കർത്താവിൻ്റെ കൃപ അതിൻ്റെ മേൽ ചൊരിയുമ്പോൾ അത് നമുക്ക് മതിയായതായി തീരുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അടിമ വീടായ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു പോന്നു കഴിഞ്ഞപ്പോൾ പോലും they were in കംപ്ലൈന്റ് മോഡ്. കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു മോഡിലായിരുന്നു എപ്പോഴും. എല്ലാത്തിനും പരാതികൾ പറയുന്ന, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നും കംപ്ലൈന്റുകൾ പറയുന്ന ഒരു ജീവിത രീതിയായിരുന്നു. മർമറിങ് പീപ്പിൾ, പിറുപിറുക്കുന്ന ജനം. ദൈവം ചെയ്ത നന്മകൾ കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ കൊണ്ടുവന്നെന്നും അടിമ വീടായ ഇസ്രായേലിൽ നിന്നും എങ്ങനെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങൾ മറക്കുന്ന, അതിനെ മറന്നിട്ട് ദൈവത്തെ മറന്നിട്ട് മർമർ ചെയ്യുന്ന ഒരു ജനമായിട്ടാണ് ഇസ്രായേലിനെ നമ്മൾ കാണുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ അവർക്കൊന്നിനും കുറവില്ലായിരുന്നു. In their journey towards the Canaan, they were not lacking anything because the El Shaddai God was with them. ദൈവം അവരോട് പറഞ്ഞു, ഞാൻ എൽ ഷദായി ആയിട്ട് നിങ്ങളോട് കൂടെയുണ്ട്. സർവശക്തനായി, ഓൾ സഫിഷ്യന്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഐ ആം സഫിഷ്യന്റ് ഫോർ യു. നമ്മൾ പാടുന്നത് പോലെ യേശു മാത്രം മതി. ഹി ഈസ് ഇനഫ് ഫോർ മീ. അവൻ എല്ലാത്തിനും മതിയായവനാണ്. വാസ്തവത്തിൽ അവൻ മതിയായവനാണ്. എൻ്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ.
ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവനാണ്. പക്ഷെങ്കിൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം മതിയായവനായ എൽഷദായിയായ സർവശക്തനായ ദൈവം കൂടെ ഉള്ളപ്പോൾ പോലും they were not satisfied. അവർക്ക് ദൈവത്തിൽ അവർക്ക് ആനന്ദിക്കുവാനോ ദൈവത്തിൽ തൃപ്തി കണ്ടെത്തുവാനോ അവർക്ക് കഴിഞ്ഞില്ല. Like in Garden of Eden, Adam and Eve were not satisfied in the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആദമിനും ഹവ്വയ്ക്കും സംതൃപ്തി ഉള്ളവരായി തീരുവാൻ കഴിയാഞ്ഞതുകൊണ്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് പോയതുപോലെ, പ്രൈസ് ഗോഡ്, ഇസ്രായേൽ ജനം സംതൃപ്തിയില്ലാത്തവരായി ജീവിച്ചു. പ്രൈസ് ഗോഡ്. വിശ്വാസത്താൽ ഇറങ്ങിയ അബ്രഹാമിനോട് ചോദിച്ചേ, അബ്രഹാം പറയുന്നു, കണ്ടിട്ടില്ലാത്ത വാഗ്ദത്തത്തിൽ പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചാണ് ഇറങ്ങുന്നത്. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കാണ് വിളിച്ചത്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ദേശം. ഹല്ലേലൂയ. ബട്ട് ഐ ഹാവ് ആൻ അഷ്വറൻസ് ദാറ്റ് വേർ ഐ ആം ഗോയിങ്. ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ദാറ്റ് ഡസന്റ് മീൻ ഐ നോ ദ പ്ലേസ്. ഈവൻ ഇഫ് ഐ ഡസന്റ് നോ ദ പ്ലേസ്, ഐ നോ വേർ ഐ ആം ഗോയിങ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കാരണം എന്നെ വിളിച്ച ദൈവത്തിനറിയാം ഞാൻ എവിടാണ് പോകുന്നതെന്ന്. ആമേൻ. ഇന്ന് രാത്രിയിൽ പ്രിയരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളെ വിളിച്ച ദൈവത്തിനറിയാം നമ്മൾ എവിടാണ് നാളെ നിൽക്കേണ്ടതെന്നുള്ളത്. നമ്മളെ വിളിച്ച ദൈവത്തിനറിയാം നാം ആരായിത്തീരണം, എന്തായിത്തീരണം എന്നുള്ളത്. പ്രൈസ് ഗോഡ്. ആമേൻ. നമ്മളൊരു വിശ്വാസ ജീവിത യാത്രയല്ലേ നയിക്കുന്നേ. ഈ വിശ്വാസ ജീവിത യാത്രയിൽ, പ്രൈസ് ലോർഡ്, ലെറ്റ് us be content. നമുക്കൊന്ന് തൃപ്തരായിരിക്കാം. എന്തിലാണ് തൃപ്തരായിരിക്കേണ്ടത്? എല്ലാം ഉണ്ടായിട്ടുള്ള ഒരു തൃപ്തിയല്ല. എല്ലാം ഒന്നും ലഭിച്ചില്ലെങ്കിൽ പോലും ഇതെല്ലാം തരുവാൻ കഴിയുന്ന ഒരാള് ആണ് എന്നെ വിളിച്ചതും എന്നെ നയിക്കുന്നതും എൻ്റെ എല്ലാം ആയിരിക്കുന്നതും എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആ മുഖാന്തരം ഓർത്തിട്ടാണ് നമ്മൾ പറയേണ്ടത്, എന്നെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞാൽ, മുകളിൽ പറഞ്ഞ ആ സിറ്റുവേഷനുകളിലെല്ലാം, ആമേൻ, സ്തോത്രം, ഗോഡ് ഈസ് എനേബിളിംഗ് മീ. എന്നെ കർത്താവ് എന്നെ ശക്തനാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രഹാം വാസ് കണ്ടന്റ്. എബ്രഹാം തൃപ്തനായിരുന്നു, തനിക്കുള്ളതിലെല്ലാം തൃപ്തനായിരുന്നു. പക്ഷേ എബ്രഹാമിന്റെ കൂടെ ഇറങ്ങിപ്പോന്ന ലോത്തിനെ ഒന്ന് നോക്കിയേ. ലോത്ത് വാസ് നോട്ട് കണ്ടന്റ്. അദ്ദേഹം തൃപ്തനായിരുന്നില്ല. ലോത്ത് വാസ് ഓൾവേസ് ഡിസ്റ്റർബ്ഡ്. എന്നും ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡിന്റെ ഉടമയായിരുന്നു ലോത്ത്. ബിക്കോസ് ഹി വാസ് സോ മച്ച് കൺസേൺഡ് അബൌട്ട് ദി വേൾഡ്ലി തിങ്സ്. ലോകത്തിന്റെ കാര്യങ്ങളോട് വളരെയധികം കൺസേൺ ഉള്ളയാളായി. എപ്പോഴും ലോത്തിന്റെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ലോത്തിന്റെ ചിന്തകൾ മുഴുവൻ എവിടെ ചെന്നാൽ എങ്ങനെ ഉയരാം, എങ്ങനെ ഇന്നത് പണിതുയർത്താം, എങ്ങനെ പേരുണ്ടാക്കാം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് ലോത്തിനെ ഭരിച്ചിരുന്നത്. ദാറ്റ്സ് വൈ ഹി വാസ് ഡിസ്റ്റർബ്ഡ്. എന്നും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ്. പ്രിയരെ, ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ മനസ്സും ഡിസ്റ്റർബ്ഡ് ആയി തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിലുള്ള വിശ്വാസം കുറയുകയും ലഭിച്ചതിൽ സംതൃപ്തരല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയവും ഡിസ്റ്റർബ്ഡ് ആയിട്ട് മാറും. ഹല്ലേലൂയ. That disturbance is not a godly disturbance. ദൈവികമായിട്ടുള്ള ഒരു അലട്ടലല്ല. ദൈവികമായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് നമ്മളിൽ വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാവിൽ ഉള്ള ദാരിദ്ര്യാവസ്ഥ നമ്മൾ മനസ്സിലാകുമ്പോഴുണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവിലെ ദാരിദ്ര്യം, എൻ്റെ ദൈവമേ, എനിക്ക് ക്രിസ്തു യേശുവിനോട് ഓളം ആ ഒരു രീതിയിൽ എനിക്കൊന്ന് വളരാൻ പറ്റുന്നില്ലല്ലോ എന്ന് മനസ്സിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ്, ദാറ്റ് ഈസ് എ ഡിവൈൻ ഓർ ദാറ്റ് ഈസ് എ ഗോഡ്ലി ഡിസ്റ്റർബൻസ്. ബട്ട് ഇതെന്ന് പറയുന്നത് വേൾഡിനു വേണ്ടി, പണത്തിനു വേണ്ടി, സമൂഹത്തിലെ മറ്റു മാന്യതകൾക്ക് വേണ്ടിയുള്ള ഒരു ഒരു ഒരു
ചിന്തയും അതിനുവേണ്ടിയുള്ള ഒരു പരാക്രമത്തിന്റെയും പേരിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു ലോത്തിനെ ഭരിച്ചിരുന്നത്. പ്രൈസ് ഗോഡ്. ഹിസ് ചോയ്സ് വാസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം ഓഫ് എബ്രഹാം. അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പും ലോത്തിന്റെ തെരഞ്ഞെടുപ്പും ഭയങ്കര വ്യത്യസ്തമായിരുന്നു. പ്രൈസ് ഗോഡ്. അബ്രഹാം ആദ്യം തെരഞ്ഞെടുക്കാനുള്ള അവകാശം ലോത്തിന് കൊടുത്തിട്ട് പറയുകയാണ്, നിനക്ക് ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ളത് എടുക്കാം. ആമേൻ. അപ്പോൾ ലോത്ത് നല്ല നീരോട്ടമുള്ള പ്രദേശമൊക്കെ തിരഞ്ഞെടുത്തു. പക്ഷെ അബ്രഹാം ഇതൊന്നും അതിന്റെ പുറകെ ഒന്നും പോയില്ല. അദ്ദേഹം തൃപ്തനായിരുന്നു. എന്തായിരുന്നു തൃപ്തിയുടെ കാരണം? അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയാകുന്നു, ഞാൻ നിന്റെ പ്രതിഫലമാകുന്നു. പ്രൈസ് ഗോഡ്. അബ്രഹാം പറയുന്നു, ദൈവം എൻ്റെ കൂടെ ഉള്ളതിനേക്കാൾ അപ്പുറത്തൊരു തൃപ്തി ഈ ലോകത്തിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടായാലും ഉണ്ടാകത്തില്ല. സ്തോത്രം. നമ്മളെയും ഇന്ന് രാത്രിയിൽ ഭരിക്കേണ്ട ഒരു കാര്യം അതാണ് പ്രിയരെ. ദൈവം കൂടെ ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ഒരു തൃപ്തിക്ക് അപ്പുറത്ത് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അതിന് പകരം വെക്കാൻ പറ്റരുത് ഒരു തൃപ്തി പോലും. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു തൃപ്തികളും മറ്റൊരു സന്തോഷങ്ങളും ദൈവത്തിൽ ആനന്ദിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന് ലോകത്തിൽ മറ്റെന്തിലും ആനന്ദിക്കാൻ പറ്റിയാലും ദാറ്റ് ഈസ് നോട്ട് റിയൽ ജോയ്. വാസ്തവത്തിലുള്ള ഒരു സന്തോഷമല്ല അത്. ഇതിന് പകരം വയ്ക്കാൻ മറ്റൊന്നും കാണരുത്. ഏതാണ്? ദൈവിക ആനന്ദത്തിനും ദൈവത്തിലുള്ള തൃപ്തിക്കും പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ മറ്റൊന്നും നമുക്ക് കാണരുതെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇംഗ്ലണ്ടിലെ CT സ്റ്റഡ് മിഷണറിയായി ആഫ്രിക്കയിലും ചൈനയിലും ഒക്കെ പോയ CT സ്റ്റഡ് പറയുന്നത്, there is only one life, it will soon be past. ഇത് പെട്ടെന്ന് പോകുന്ന ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം അത് ദൈവത്തിന് വേണ്ടി കൊടുക്കണം. പ്രൈസ് ഗോഡ്. സൂക്ഷിച്ചു വെക്കാൻ നമുക്കൊന്നുമില്ല. ഹല്ലേലൂയ. ആമേൻ. ഇക്വഡോറിലെ ഔക്കാസ് പീപ്പിൾസിന്റെ ഇടയിലേക്ക് പോയ ജിം എലിയറ്റ് എന്ന് പറയുന്ന മിഷണറി, അദ്ദേഹം ഔക്കാസ് പീപ്പിൾ നരഭോജികളുടെ അടുക്കിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തോട് തന്റെ സഭയിലുള്ളവർ പറഞ്ഞു, യു ഹാവ് ടേക്കൻ എ ഫൂളിഷ് ഡിസിഷൻ. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുകയാണ്, നോ, ഐ ആം നോട്ട് ഫൂൾ. അദ്ദേഹം ഒരു പ്രശസ്തമായ ഒരു കൊട്ടേഷനും പറഞ്ഞു, ഹി ഈസ് നോ ഫൂൾ ഹു ഗീവ്സ് വാട്ട് ഹി കനോട്ട് കീപ് ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത ഒന്നിനെ, നഷ്ടമായി പോകാത്ത ഒരു സ്വർഗം ഒരു കർത്താവിനെ നേടുന്നതിനായി നഷ്ടമാക്കുന്നവൻ ഒരിക്കലും ഒരു വിഡ്ഢിയല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, എന്താണ് നമ്മളെ ലീവ് കണ്ടന്റ് ആയിട്ടിരിക്കുവാൻ സഹായിക്കുന്ന ഘടകം, അല്ലെങ്കിൽ തൃപ്തിയുള്ള ജീവിതത്തിൻ്റെ ഉടമയായിരിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഘടകം എന്താണ്? പ്രൈസ് ഗോഡ്. മറ്റൊന്നുമല്ല, കർത്താവ് എനിക്ക് മതിയായവൻ എന്നുള്ള ചിന്തയാണ്. കർത്താവ് എനിക്ക് എല്ലാറ്റിലും മതിയായവൻ. ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, വലിയ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും He is more than enough for me. Praise God. Hallelujah. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞു. ആദ്യം ജനിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്, ജീവിക്കുന്നത് യേശുക്രിസ്തുവിലായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം he is not live in complaining, but he lives in contenting. Praise the Lord. നിരാശയോടും പരാതികളോടുമല്ല യേശുവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തി ജീവിക്കുന്നത്, ബട്ട് ലീവ് കണ്ടന്റിങ്, സംതൃപ്തിയോടുകൂടെ ആ വ്യക്തി ജീവിക്കുന്നു. രണ്ടാമത് ആ കൊട്ടേഷനിൽ നമ്മൾ കാണുന്നത് ഡൈ ഡിസപ്പോയിന്റ്. പ്രൈസ് ഗോഡ്. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നു, ആർ വി ഇൻ ദാറ്റ് realm of die disappointed or the another one of happiness or hope? ഡൈ ഡിസപ്പോയിന്റ് ആണോ, ഡൈ ഹാപ്പി, സന്തോഷത്തോടുകൂടെയാണോ മരിക്കുന്നത്? ഡൈ വിത്ത് ഹോപ്പ് ആണോ, പ്രത്യാശയോടുകൂടെയാണോ? ലോകത്തിലെ മനുഷ്യൻ, സാധാരണ മനുഷ്യന് പറയാൻ പറ്റുന്ന കാര്യം, ഞാൻ മരിക്കുമ്പോൾ നിരാശനായി മരിക്കുന്നു. പക്ഷെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച
അവനിൽ വേരൂന്നി അവനിൽ വളരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കും, he dies in hope, not in disappointment. Praise God. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു ഫിലിപ്പിയർ 1:21 പറയുന്നു, for me to live in Christ is Christ and to die is gain. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. എന്താണ് ഈ ലാഭം? ആർക്കാണ് മരണം ലാഭമായി തീരുന്നത്? മരണം ലാഭമായി തീരുന്നത് വൺ ഹൂ ലീവ്സ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണം അത് ലാഭമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രൈസ് ഗോഡ്. 2 കൊരിന്ത്യർ 2:14 വായിക്കുന്നു, ക്രിസ്തുവേശുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. Be thanks be unto God who always lead us in triumphant life. ഞങ്ങളെ എപ്പോഴും ഒരു വിജയഭേരി മുഴക്കിക്കൊണ്ടുള്ള ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്നാ പൗലോസ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഒന്ന് ഓർത്ത് നോക്കിയ, പൗലോസിന്റെ ജീവിതം എപ്പോഴും ഒരു ജയോത്സവമായിരുന്നോ? ഒരിക്കലുമല്ല. എന്നാൽ ജയോത്സവമായിട്ട് ജീവിച്ചത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൽ. പ്രൈസ് ലോർഡ്. ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രിസ്റ്റോസ്. യേശുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ജയത്തിന്റെ ഉത്സവത്തോടുകൂടിയുള്ള ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പൗലോസ് അത് പറയുമ്പോഴും പ്രിയരെ നമ്മൾ ഓർക്കണം, സാഹചര്യങ്ങളൊന്നും അനുകൂലമായിരുന്നില്ല. സാഹചര്യങ്ങളൊന്നും തന്നെ ഒരു ജയോത്സവമായ ജീവിതം നയിക്കുവാൻ പര്യാപ്തമാക്കുന്നതായിരുന്നില്ല. സാഹചര്യങ്ങളെല്ലാം ഓപ്പോസിറ്റ് ആയിരുന്നപ്പോഴും, സാഹചര്യങ്ങളെല്ലാം തനിക്ക് പ്രതികൂലമായിരുന്നപ്പോഴും താൻ പറയുകയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു. ആ വാക്ക് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ ഒരു ജയോത്സവം നമുക്കില്ല. ക്രിസ്തുവിലുള്ള ജയോത്സവമാണ് നമുക്ക് ആവശ്യം. ആമേൻ. കർത്താവിനെ നോക്കിയ കർത്താവ് മരിച്ചത്, ജീസസ് ഡൈഡ് വിത്ത് ഫുൾ ഹാർട്ട്, കണ്ടന്റ് ആയിട്ട് മരിച്ചത്, തൃപ്തിയോടെ കർത്താവ് മരിച്ചത്. ദാറ്റ്സ് വൈ കർത്താവ് ക്രൂശിൽ കിടന്ന് അവസാനം പറഞ്ഞു, ടെറ്റലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ദാറ്റ് മീൻസ് നത്തിങ് ലെഫ്റ്റ്. ഒന്നും ബാക്കി വെച്ചിട്ടില്ല. എല്ലാം ഫിനിഷ് ആക്കിയിട്ട കർത്താവ് മരിക്കുന്നേ. പ്രൈസ് ഗോഡ്. പ്രിയരെ, എല്ലാം കർത്താവ് ഫിനിഷ് ആക്കിയതിന് ശേഷം കർത്താവ് പറയുകയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായി. ആമേൻ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ദാറ്റ് മീൻസ് നത്തിങ് ലെഫ്റ്റ്. ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഡൺ എവറിത്തിങ്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ കർത്താവിന് പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ലായിരുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് ഞാൻ അത് ചെയ്തില്ലല്ലോ, ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ടായിരുന്നല്ലോ എന്നൊന്നും കർത്താവിന് പറയേണ്ടതായിട്ടില്ലായിരുന്നു. ദാറ്റ്സ് വൈ ഹിസ് ലൈഫ് വാസ് പെർഫെക്റ്റ്. അവന്റെ ജീവിതം പെർഫെക്റ്റ് ആയിട്ടുള്ളതായിരുന്നു. പ്രൈസ് ലോർഡ്. പ്രിയരെ, നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ആഗ്രഹത്തിൽ ലെറ്റ് അസ് ബി ജെന്യുവിൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എല്ലാവരും ജെന്യുവിനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ മാത്രമേ നമുക്കൊരു തൃപ്തിയുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാകുകയുള്ളൂ. പ്രൈസ് ഗോഡ്. കർത്താവ് സകലതും നിവർത്തിച്ചു. ആമേൻ. എന്തുകൊണ്ടാണ് പ്രിയരെ ചിലര് ഈ നിരാശരായിട്ട് നടക്കുന്നത്? Because they are lacking something, or they are lacking to they think that they had to do something. ചിലതും കൂടെ ചെയ്യുവാനുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുകയും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഫീൽ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഡിസപ്പോയിന്റഡ് ആയിട്ട് തീരുന്നത്, നിരാശരായിട്ട് തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ ക്രൂശിൽ മരിക്കുമ്പോൾ കർത്താവ് നിരാശനായിട്ടല്ല മരിച്ചത്. കർത്താവ് ഒരിക്കലും അപൂർണതയോടെ അല്ല മരിച്ചത്, പൂർണ്ണനായിട്ട് മരിക്കുകയാണ് ചെയ്തേ. എല്ലാ കാര്യങ്ങളും സകലതും. ആമേൻ. ഇവൻ തന്റെ അമ്മയെപ്പോലും യോഹന്നാനെ ഏൽപ്പിച്ചിട്ട് പറയുക, യു ഷുഡ് ടേക്ക് കെയർ ഓഫ് മൈ മദർ. എൻ്റെ അമ്മയെ നീ ടേക്ക് കെയർ ചെയ്യണമെന്നുള്ള ഒരു മെസ്സേജും കൂടെ കൊടുത്തിട്ടാ കർത്താവ് അവിടെ മരിക്കുന്നേ.
ദാറ്റ് മീൻസ് കർത്താവ് ചെയ്യാനുള്ള സകലതും ചെയ്തു. എന്നിട്ട് പറയുന്നു ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകപ്രകാരം നമ്മൾ നോക്കിയാൽ കർത്താവിന് വേണമെങ്കിൽ അതും കൂടെ ചെയ്യാമായിരുന്നു, ഇതും കൂടെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെങ്കിൽ കർത്താവ് താൻ ചെയ്ത കാര്യങ്ങളിൽ മുഴുവൻ ഹി വാസ് കോൺഫിഡൻറ്റ് ഇനഫ് ആൻഡ് ഹി വാസ് കണ്ടന്റ്. തൃപ്തിയുള്ള ഒരാളായിട്ടാണ്, ഒരു തൃപ്തിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കർത്താവ് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. പൗലോസ് പറയുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ആമേൻ. അത് പറയുന്നത് വളരെ ബോൾഡായിട്ടാണ് പറയുന്നത്. പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് പൗലോസ് പറയുകയല്ല. പൗലോസ് പറയുന്നു, എൻ്റെ മരണത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു. 2 തിമോഥെയോസ് 4:6 പറയുന്നു, ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രൈസ് ലോർഡ്. എത്ര ബോൾഡായിട്ടാണ് അത് പറയാനായിട്ട് സാധിച്ചിരിക്കുന്നത് പൗലോസിന്. എന്തുകൊണ്ടാണത് പറയുന്നത്? കാരണം കംപ്ലൈന്റ് ഇല്ലാത്തൊരു ജീവിതവും ഡിസപ്പോയിന്റ്മെന്റ് ഇല്ലാത്തൊരു ജീവിതവുമായിരുന്നു. ഹല്ലേലൂയ. about to die, he was about to die എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ വക്കിലോളം എത്തിയിരിക്കുകയാണെന്ന് തനിക്കറിയാം. ഇനിയും എനിക്ക് അധികം നാൾ ഇല്ലെന്നുള്ള കാര്യം പൗലോസിന് വ്യക്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നുവെന്ന്. ഈവൻ ഇഫ് ഹി ഈസ് ബോൾഡായിട്ടാ പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിരാശയ്ക്കൊരു ഇടം തൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. കാരണം എന്താണ്? മറക്കരുത്, ആ ഒരു മുഖാന്തരം ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ശക്തനാക്കുന്ന ഒരു കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ടാന്നുള്ള കാര്യം മറക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, പൗലോസിന്റെ വാക്കുകൾ ഇവിടെ ഒരു പ്രത്യാശയുടെയും ബോൾഡ്നെസ്സിന്റെയുമാണ്. സാധു കൊച്ചുകുഞ്ഞുപദേശി മരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മരണത്തെ, ഇതോ മരണം, ഇതാണോ മരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ മരിച്ചത് എന്നിങ്ങനെ ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ കേട്ടത് ഓർക്കുന്നു. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ മരണത്തെ ഭയമില്ലാതെ ധൈര്യത്തോടുകൂടെ, സ്തോത്രം, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പൗലോസിന്റെ വാക്കുകൾ വീണ്ടും ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആരാണ്? കഷ്ടതയോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, ഈർച്ചവാളോ, മരണമോ, ജീവനോ, ദൂതന്മാരോ, വാഴ്ചകളോ, അധികാരങ്ങളോ, ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ, ഉയരത്തിനോ ആഴത്തിനോ, യാതൊരു സൃഷ്ടിക്കോ, ഇവയ്ക്കൊന്നിനും യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ സാധ്യമല്ല. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ പ്രിയരെ? ആർ വി ലിവിങ് ഇൻ കംപ്ലൈനിങ് ഓർ ആർ വി ലിവിങ് വിത്ത് കണ്ടന്റ്മെന്റ്? രാത്രിയിൽ ഒന്ന് ചിന്തിക്കൂ. കംപ്ലൈന്റുകളോടുകൂടിയാണോ ജീവിക്കുന്നത്, ഓർ കണ്ടന്റോടുകൂടിയാണോ ജീവിക്കുന്നത്? ലഭിച്ച കാര്യങ്ങൾ എനിക്ക് തന്ന സൗഖ്യത്തിനായി, ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ദൈവമേ നീ തന്ന മറുപടികൾക്കായി സ്തോത്രം. ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല, അതിനും ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇതിനെല്ലാം എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരമുണ്ട്. അത് നിമിത്തം ഞാൻ ഇതിനെല്ലാം മതിയായവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർ വി ലിവിങ് കംപ്ലൈനിങ്? നമ്മൾ കംപ്ലൈന്റുകളോടാണ് ജീവിക്കുന്നത്, ഓർ ലിവിങ് വിത്ത് കണ്ടന്റ്മെന്റ്? ഹല്ലേലൂയ. ആർ വി ഗോയിങ് ടു ഡൈ വിത്ത് ഡിസപ്പോയിന്റ്മെന്റ്? നമ്മൾ നിരാശയോടുകൂടിയാണോ മരിക്കാൻ പോകുന്നേ, അതോ പ്രത്യാശയോടുകൂടെ? ഹല്ലേലൂയ. ദൈവത്തിലുള്ള പ്രത്യാശയോടുകൂടെയാണോ? ലോകമനുഷ്യനാണ് ഈ 2 കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്നത്. നിരാശയോടുകൂടെ ജീവിക്കുകയും കംപ്ലൈന്റുകളോടുകൂടെ ജീവിക്കുകയും നിരാശയോടുകൂടെ മരിക്കുകയും. എന്നാൽ ദൈവമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, യേശുക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കേണ്ട ഒരു കാര്യം, പൗലോസിനോട് ചേർന്ന് പറയണം, എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഐ ഹാവ് ലേൺ ടു ബി കണ്ടന്റ് ഇൻ വാട്ട് എവർ ഐ ഹാവ്. ഞാൻ പഠിച്ചിരിക്കുന്നു, എനിക്കുള്ളതിൽ ഞാൻ തൃപ്തിയോടെ ജീവിക്കുവാൻ
ഞാൻ പഠിച്ചിരിക്കുന്നു. സ്തോത്രം. So let us say together that I can do all things. I am strong in Christ who enables me. എന്നെ എനേബിൾ ചെയ്യുന്ന കർത്താവിൽ ഞാൻ സ്ട്രോങ് ആയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം പ്രിയരെ. കംപ്ലൈൻറ്റുകളില്ലാതെ കണ്ടന്റോടുകൂടെ ജീവിക്കാനും നമ്മുടെ മരണത്തിൻ്റെ സമയത്തോടടുക്കുമ്പോൾ നിരാശയില്ലാതെ പ്രത്യാശയോടുകൂടെ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുവാനും ആ നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനും ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സകലത്തിലും നമ്മളെ പ്രാപ്തനാക്കുന്ന, സകലത്തിലും നമ്മളെ സഹായിക്കുന്ന, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന, താഴ്ചയിലും ഉയർച്ചയിലും എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തപ്പോഴും, പ്രൈസ് ഗോഡ്, ഏത് സിറ്റുവേഷനിലും, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ അത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ആയിരിക്കുക. ഹല്ലേലൂയ. മുമ്പോട്ടുമല്ല പുറകോട്ടുമല്ല, ബി സ്റ്റേബിൾ. സ്തോത്രം. കർത്താവിൽ തൃപ്തിയോടെ ജീവിക്കുവാൻ സർവശക്തനായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എന്നെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം സകലത്തിനും മതിയാകുന്നു എന്ന് ഉള്ള ആ വിശ്വാസത്തോടുകൂടെ, ആ ഒരു ഉറപ്പോടുകൂടെ നമുക്ക് ജീവിക്കാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.